സമയത്ത് പെട്ടെന്ന് ഒരു ഇടുക്കിക്കാരൻ്റെ ചേട്ടൻ്റെ 27 ലക്ഷം രൂപ കടബാധ്യത നീങ്ങിയ ഒരു സാക്ഷ്യം എനിക്ക് കാണാനിടയായി. ആ സാക്ഷ്യം കണ്ടതോടുകൂടി തന്നെ എനിക്ക് എങ്ങനെയെങ്കിലും കൃപാസനത്തിൽ വരണമെന്നൊരു തോന്നുകയും ഞാൻ ജനുവരി മാസം 9-ാം തീയതി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി എടുത്ത് ഏകദേശം 10 ദിവസം കഴിഞ്ഞു. ഞാൻ രാവിലെയും വൈകിട്ടും കറക്റ്റായി പ്രാർത്ഥനകൾ ചെയ്യുകയും 10ാമത്തെ ദിവസം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് മനസ്സിലൊരു തോന്നൽ തോന്നി. നിനക്ക് വീട്ടിലോട്ട് എതിലെയാണ് വഴി വേണ്ടത്, ആ വഴിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നീ ഉപ്പ് വിതറുക. ഞാൻ രാവിലെ ഒരു 7-7:30 ആയപ്പോഴത്തേക്കും എനിക്ക് എവിടെയാണോ വഴി ആവശ്യമുള്ളത് അവിടെ ഞാൻ ഉപ്പ് വിതറുകയും അതോടൊപ്പം തന്നെ ഞാൻ ആ വ്യക്തിയുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ എന്നൊക്കെ ലീവിന് വന്നിട്ടുണ്ടോ അന്നെല്ലാം പോയി ഞങ്ങൾ വഴി ചോദിക്കുമ്പോഴെല്ലാം പറയുന്നത് ഈ ഒരു വഴിക്ക് വേണ്ടി നിങ്ങൾ എൻ്റെ വീട്ടിൽ കയറരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ഒരു സാക്ഷ്യത്തിൽ കേട്ടാണ് അമ്മയുടെ കാശുരൂപം കയ്യിൽ പിടിച്ചാൽ അത് ആയുധവും കഴുത്തിലിട്ടാൽ അത് ആഭരണവും എന്ന്. ആ ഒരു സാക്ഷ്യം എന്നെ ഒരുപാട് സ്പർശിച്ചു. ഞാൻ അമ്മയുടെ ഉടമ്പടി കാശുരൂപം എൻ്റെ കൈകളിൽ ഏന്തി ഞാൻ ആ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു എനിക്കൊരു വഴി വേണം. അപ്പോൾ അദ്ദേഹം